നമസ്കാരം. എക്സാലോജിക് എന്ന കമ്പനിയുടെ പേരിൽ നടന്ന കോടികളുടെ മാസപ്പടി കേസിന്റെ ചൂടാറും മുൻപേ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയെ തേടി അടുത്ത വിവാദവും കുരുക്കുമാണ് എത്തിയിരിക്കുന്നത്. ഇത്രയും കാലം നമ്മൾ കേട്ട എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് പുറമെ വീണ വിജയന് രഹസ്യമായി മറ്റൊരു കമ്പനി കൂടി ഉണ്ടെന്ന ഞെട്ടിക്കുന്ന സംശയവും വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്നാണ് ഈ ഒരു പുതിയ കമ്പനിയുടെ പേര്. മെയ് 27-ന് വീണ വിജയന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്നത്. എക്സാലോജിക്കിന്റെ ബാങ്ക് അക്കൗണ്ടിനോടൊപ്പം തന്നെ ഈ പുതിയ ലേക്കർ ഇന്ത്യയുടെ അക്കൗണ്ടിലെ ലക്ഷക്കണക്കിന് രൂപയും ഇഡി മരവിപ്പിച്ചു കഴിഞ്ഞു. ലേക്കർ ഇന്ത്യ കോർപ്പറേഷനിലൂടെ നടന്ന സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇനി കൂടുതൽ ആഴത്തിൽ പരിശോധിച്ച് വീണയെ പൂട്ടാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. വീണ വിജയന്റെ വീട്ടിൽ ഇഡി നടത്തിയ റെയ്ഡും അതിന് പിന്നാലെ ഉണ്ടായ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കൽ നടപടികളും അതീവ ഗൗരവമുള്ളതാണെന്ന് തെളിയിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മരവിപ്പിച്ച അക്കൗണ്ടുകളിലെ തുക പരിശോധിച്ചാൽ തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമാകും. വീണയുടെ സ്വന്തം HDFC അക്കൗണ്ടിലെ 1,37,188 രൂപ പൂട്ടിപ്പോയ എക്സാലോജിക് കമ്പനിയുടെ അക്കൗണ്ടിലെ 27,585 രൂപ, ഇതിനു പുറമെ പുതുതായി കണ്ടെത്തിയ ലേക്കർ ഇന്ത്യ കോർപ്പറേഷന്റെ അക്കൗണ്ടിലെ 15,57,414 രൂപ, മെഡിക്കൽ ഉപകരണങ്ങളും മെഡിക്കൽ സാമഗ്രികളും വിതരണം ചെയ്യുന്ന കമ്പനിയാണ് ഈ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. IT കമ്പനിയായ എക്സാലോജിക് നടത്തുന്ന ആൾ എങ്ങനെയാണ് മെഡിക്കൽ ഉപകരണ വിതരണ കമ്പനിയിലേക്ക് എത്തിയത്? ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള വഴിവിട്ട കരാറുകളോ ആനുകൂല്യങ്ങളോ ഈ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും ഇഡി അതീവ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണ്. ഈ പുതിയ കമ്പനിയുടെ കുരുക്കുകൾ മുറുകുമ്പോൾ തന്നെയാണ് CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ പിണറായി വിജയന്റെ മകൾ വീണയുടെയും എല്ലാ ന്യായീകരണ പ്രതിരോധങ്ങളെയും തകർത്തെറിയുന്ന CMRL MD ശശിധരൻ കർത്തയുടെ ഇഡി മൊഴിയും പുറത്തു വന്നത്. 2024 ഏപ്രിൽ 17-ന് ഇഡി രേഖപ്പെടുത്തിയ കർത്തയുടെ മൊഴിയിലെ പ്രധാന കാര്യങ്ങൾ ഇവയൊക്കെയാണ്. വീണയുടെ കമ്പനിയായ എക്സാലോജിക് CMRLന് ഒരു തരത്തിലുമുള്ള സാങ്കേതിക അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സേവനങ്ങളും നൽകിയിട്ടില്ല. സേവനങ്ങളൊന്നും നൽകാതിരുന്നിട്ടും പിണറായി വിജയനുമായുള്ള വ്യക്തിപരമായ ബന്ധവും രാഷ്ട്രീയ സ്വാധീനവും കൊണ്ട് മാത്രമാണ് വീണയ്ക്കും കമ്പനിക്കും കോടികൾ നൽകിയത്. ഇല്ലാത്ത സേവനത്തിന്റെ പേരിലാണ് 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 2.78 കോടി രൂപ CMRL എക്സാലോജിക്കിന് കൈമാറിയത്. ഇല്ലാത്ത സേവനത്തിനാണ് തനിക്ക് പണം ലഭിച്ചതെന്ന കാര്യം മുൻപ് ഇഡി ചോദ്യം ചെയ്തപ്പോൾ വീണ തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്ന വിവരവും ഇഡി റിപ്പോർട്ടിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഈ ഒരു ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ? IT സേവനങ്ങളുടെ മറവിൽ മാസപ്പടിയും മറ്റും വാങ്ങിയതിന് പിന്നാലെ മെഡിക്കൽ ഉപകരണ വിതരണ കമ്പനിയുടെ മറവിൽ നടത്തിയ ഇടപാടുകൾ ഏതൊക്കെയാണ്? വീണയുടെ വീട്ടിൽ നിന്ന് മെയ് 27-ന് ലഭിച്ച രേഖകൾ പരിശോധിക്കുമ്പോഴാണ് ഉദ്യോഗസ്ഥർ പോലും ഞെട്ടിപ്പോയത്. എക്സാലോജിക് എന്ന കമ്പനി സംശയനിഴലിലാകുകയും SFIO അടക്കമുള്ള ഏജൻസികൾ അന്വേഷണം ആരംഭിക്കുകയും ചെയ്ത ഘട്ടത്തിൽ പണമിടപാടുകൾ നടത്താൻ മറ്റൊരു സമാന്തര കമ്പനിയെ ഉപയോഗിക്കുകയായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഈ കമ്പനി വഴി സംസ്ഥാനത്തെ പ്രമുഖ മെഡിക്കൽ സ്ഥാപനങ്ങളിൽ നിന്നോ സർക്കാർ പദ്ധതികളിൽ നിന്നോ എന്തെങ്കിലും തുക വീണയുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടോ എന്നതും ഇഡി വൃത്തങ്ങൾ വിശകലനം ചെയ്തു വരികയാണ്. ബാങ്ക് അക്കൗണ്ടിൽ 15.5 ലക്ഷത്തിലധികം രൂപ കണ്ടുകിട്ടിയത് സാമ്പത്തിക ക്രമക്കേടിന് വ്യക്തമായ തെളിവാണ്. ഇത്രയും കാലം CPM നേതാക്കളും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പറഞ്ഞത് ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ബിസിനസ് കരാറാണ് എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ബിസിനസ്സും ഇല്ല, കൺസൾട്ടൻസിയും ഇല്ല. പിണറായി വിജയന് നൽകേണ്ട തുകയാണ് മകൾക്ക് നൽകിയതെന്ന് കമ്പനി മുതലാളി തന്നെ തുറന്നു പറയുന്നു. ഒരു കമ്പനി പൂട്ടി ഓടിയപ്പോൾ അതേ വീണയുടെ പേരിലുള്ള അടുത്ത കമ്പനിയും അതിലെ ലക്ഷങ്ങളും ഇഡി കണ്ടുകെട്ടി. ഭരണാധികാരിയുടെ മകളെന്ന പദവി ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഏതൊക്കെ രീതിയിൽ സാമ്പത്തിക സമാഹരണവും കള്ളപ്പണം വെളുപ്പിക്കലും നടന്നത് എന്നതിന്റെ തത്സമയ തെളിവുകൾ കൂടിയാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മകളുടെ അക്കൗണ്ടുകൾ ഒന്നൊന്നായി കണ്ടുകെട്ടുമ്പോഴും ചോദ്യം ചെയ്യലുകളിൽ മറുപടിയില്ലാതെ പതറുമ്പോഴും മൗനം പാലിക്കാൻ ഇനി CPM-നും പ്രതിപക്ഷ നേതാവിനും കഴിയില്ല. എക്സാലോജിക് എന്ന ഒരു കമ്പനി മാത്രമാണ് കുരുക്കിലുള്ളത് എന്ന് കരുതിയവർക്ക് കനത്ത തിരിച്ചടിയാണ് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന പുതിയ വെളിപ്പെടുത്തൽ. വീട്ടിൽ കയറി റെയ്ഡ് നടത്തി നിർണായക രേഖകൾ കസ്റ്റഡിയിലെടുക്കുകയും മകളുടെയും കമ്പനികളുടെയും സകല ബാങ്ക് അക്കൗണ്ടുകളും പൂട്ടി ഇഡി വിലങ്ങിടുകയും ചെയ്തപ്പോൾ അധികാരത്തിന്റെ തണലിൽ എന്തും ചെയ്യാമെന്ന് കരുതിയവർക്ക് കാലം നൽകിയ കനത്ത തിരിച്ചടി കൂടിയാണിത്. മകൾക്ക് നൽകിയ ഈ പണം യഥാർത്ഥത്തിൽ പിണറായി വിജയന് നൽകിയതാണെന്ന് ശശിധരൻ കർത്ത വിളിച്ചു പറഞ്ഞതോടെ ഇനി അന്വേഷണം നീളുന്നത് പഴയ ഭരണാധികാരികളിലേക്ക് തന്നെയാണ്. ലേക്കർ ഇന്ത്യ കമ്പനിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇഡി നടത്തുന്ന അടുത്ത ചോദ്യം ചെയ്യലിൽ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.